ഹായ് ഓൾ, വെൽക്കം ടു KVSON. ഞാനിന്ന് സിമ്പിൾ ഇൻട്രസ്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ പാർട്ട് 1 ചെയ്തിരുന്നു. അതിനകത്ത് നമ്മൾ അതിൻ്റെ ഇക്വേഷൻസും അത് വെച്ച് ചെയ്യാവുന്ന ബേസിക് ക്വസ്റ്റ്യൻസും ഒക്കെ നമ്മൾ ചെയ്തു. ഇന്ന് സിമ്പിൾ ഇൻട്രസ്റ്റിലെ കുറച്ച് വെറൈറ്റി ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഇഫ് ദ സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ ₹625 increases by 25 when the time increases by 2 years, find the rate percent per annum. If the അതായത് 625 റുപ്പീസിൻ്റെ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ടൈം 2 ഇയേഴ്സ് കൂടുമ്പം 25 ഇൻട്രസ്റ്റ് 25 കൂടുന്നു എങ്കിൽ റേറ്റ് പെർസെന്റ് എന്താണ്? ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുന്നേ ഞാനൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ എടുത്തൊരു കൺസെപ്റ്റ് പറയുക, ശ്രദ്ധിക്കാം. നമ്മുടെ പ്രിൻസിപ്പിൾ 100 ആണെന്ന് അസ്യൂം ചെയ്യുക, റേറ്റ് 10%. അങ്ങനെയാണെങ്കിൽ ഫോർ 1 ഇയർ നമുക്ക് എന്ത് ഇൻട്രസ്റ്റ് കിട്ടും? നമുക്കറിയാം I is equal to PNR by 100 അല്ലെ, 100 into 10 into 1 by 100, that is 10 rupees എന്ന് കിട്ടും. And N is equal to 2 years ആണെങ്കിലോ, 2 വർഷമാണെങ്കിൽ ഇൻട്രസ്റ്റ്, സിമ്പിൾ ഇൻട്രസ്റ്റ് എല്ലാ വർഷവും സെയിം ആണ് അല്ലെ, അടുത്ത വർഷവും ഒരു 10 rupees കൂടെ കിട്ടും. അതായത് 2 years ആകുമ്പം ഇൻട്രസ്റ്റ് 20. ക്ലിയർ ആണോ? അപ്പൊ എന്താ സംഭവിച്ചേ? ഇവിടെ ഒരു വർഷം കൂടിയപ്പം ഒരു വർഷത്തെ ഇൻട്രസ്റ്റ് ആയ 10 rupees കൂടി. ഇനി N equal to 3 years ആണെങ്കിലോ ഇൻട്രസ്റ്റ് 30. ദാറ്റ് മീൻസ് N 1 ആണെങ്കിൽ, അതായത് ഒരു വർഷത്തേക്ക് ഇൻട്രസ്റ്റ് 10 ആണ്, 3 ഇയേഴ്സിലേക്ക് ഇൻട്രസ്റ്റ് 30 ആണ് എന്ന് വെച്ചാൽ 2 വർഷം അല്ലെ, 2 വർഷം കൂടിയപ്പം എത്ര ഇൻട്രസ്റ്റ് കൂടി? ഇൻട്രസ്റ്റ് 10 30 ആയിരുന്നാൽ 20 കൂടി. 2 വർഷത്തെ ഇൻട്രസ്റ്റ് ആയ 20 കൂടി. ക്ലിയർ ആണോ പറഞ്ഞത്? എത്ര വർഷമാണോ കൂടുന്നത് അത്രയും വർഷത്തെ ഇൻട്രസ്റ്റ് ആണ് കൂടുന്നത്. ക്ലിയർ ആണ്? ഇപ്പൊ 4 വർഷം കൂടിയാൽ 4 വർഷത്തെ ഇൻട്രസ്റ്റ് എന്താണോ അത്രയും ഇൻട്രസ്റ്റിൽ കൂടുന്നു. അപ്പൊ ഇതേപോലെ തന്നെയാണ് റേറ്റ്. അതായത് ഇപ്പൊ നമ്മൾ 10% എന്ന് പറഞ്ഞു അല്ലെ, ഇനി റേറ്റ് 10% അത് 12% ആയാൽ ദാറ്റ് മീൻസ് 2% അല്ലെ, 2% കൂടിയാൽ ഈ 2%ത്തിന് എത്രയാണോ ഇൻട്രസ്റ്റ് കിട്ടുന്നത് അത്രയും ഇൻട്രസ്റ്റ് ആണ് കൂടുന്നത്. ക്ലിയർ ആണോ? കുറയുവാണെങ്കിൽ കുറയുന്നത്. ക്ലിയർ ആണോ? ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ നമുക്ക് വേഗം ചെയ്യാം. അതായത് ഈ കൂടിയ വാല്യൂസ്, അതായത് റേറ്റ് കൂടിയതും അല്ലെങ്കിൽ നമ്പർ ഓഫ് ഇയേഴ്സ് കൂടിയതും അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് കൂടിയതും I is equal to PNR ഇട്ടാൽ മതി. ക്ലിയർ ആണോ? 625 റുപ്പീസിന് 2 വർഷത്തേക്ക് എത്ര രൂപ കിട്ടും? 25 രൂപ കിട്ടും എന്നാണ് ഈ ക്വസ്റ്റ്യൻ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ക്ലിയർ ആണോ? അതായത് 625 റുപ്പീസിന്റെ സിമ്പിൾ ഇൻട്രസ്റ്റ് ടൈം വർഷം 2 കൂടുമ്പം ഇൻട്രസ്റ്റ് 25 കൂടി അല്ലെ. ദാറ്റ് മീൻസ് 2 വർഷത്തേക്ക് 625ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് ആണ് 25 റുപ്പീസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ I is equal to PNR ആ വാല്യൂസ് ഇട്ടാൽ പോരായോ? സിമ്പിൾ ആയിട്ട് കിട്ടത്തില്ലേ? നമുക്ക് ചെയ്യാം. I is equal to PNR by 100 അല്ലെ. ഐയുടെ സ്ഥാനത്ത് എന്താണ്? 25. പ്രിൻസിപ്പിൾ ഏതാ? 625. N എന്താ? 2 ഇയേഴ്സ് അല്ലെ, N 2. R നമുക്കറിയത്തില്ല, അത് നമുക്ക് കണ്ടുപിടിക്കാം. by 100. ക്ലിയർ ആണോ? സോൾവ് ചെയ്യാം. 25 into 25 അല്ലെ. ദെൻ 25 100 ഇവിടെ കട്ട് ചെയ്താൽ 4, ഇവിടെ 2 ഇത് കട്ട് ചെയ്താൽ 2. സോ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? ഇങ്ങനെയല്ലേ ഇട്ടേക്കുന്നത്? 1 is equal to R by 2. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, R is equal to 2%. ഓക്കെ ആണോ? ഇത് നിങ്ങൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് ക്യാൻസൽ ചെയ്യുന്നതെങ്കിൽ അങ്ങനെ ഓക്കെ, അല്ലെങ്കിൽ ക്യാൻസൽ അങ്ങനെ തന്നെ ക്യാൻസൽ ചെയ്യുക. അതായത് നമുക്കിപ്പോൾ 2 ഫ്രാക്ഷൻ പോലെ A by B equal to C by D ജസ്റ്റ് രീതി വന്നാൽ ന്യൂമറേറ്റർ കോമൺ ഉണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്യാം. മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ കേട്ടോ, മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ ന്യൂമറേറ്റർ ക്യാൻസൽ ചെയ്യാൻ പറ്റും, ഡിനോമിനേറ്റർ ക്യാൻസൽ ചെയ്യാൻ പറ്റും അല്ലെ. ക്രോസ് ആയിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ആണ് ചെയ്യുന്നത്, അത് ഓർത്തിരുന്നാൽ മതി. If the simple interest on ₹2000 increases by 40 when the rate increases by 2% per annum, find the time. അതായത് നേരത്തെ നമ്മൾ ചെയ്ത പോലത്തെ ക്വസ്റ്റ്യൻ 2000 റുപ്പീസിന് റേറ്റ് 2% ഇൻക്രീസ് ചെയ്താൽ ഇൻട്രസ്റ്റ് 40 ഇൻക്രീസ് ചെയ്യും. ദാറ്റ് മീൻസ് 2000 റുപ്പീസിന് 2% ഇട്ടാൽ നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ആണ് 40 അല്ലെ. അപ്പൊ നമുക്കിത് സോൾവ് ചെയ്താൽ പോരായോ? സോ 40 equal to 2000 into 2 into N by 100. സോൾവ് ചെയ്യാം. കട്ട് ചെയ്താൽ ഇവിടെ 2 ഈ 2 കൂടെ കട്ട് ചെയ്യാം. സോ N equal to 1 year.
ക്ലിയർ ആണോ? നമ്പർ ഓഫ് ഇയേഴ്സ് നമുക്ക് എന്ത് കിട്ടി? 1 എന്ന് കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A sum was put at simple interest at a certain rate for 3 years. Had it been put at 4% higher rate, it would have fetched rupees 600 more. അല്ലെ, ഫൈൻഡ് ദ സം. ഏതോ ഒരു സമ്മിന്, അതായത് ഏതോ ഒരു തുകയ്ക്ക് നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റിൽ ഇട്ടാൽ 3 വർഷത്തേക്ക് കിട്ടും അല്ലെ. 4% ഹയർ റേറ്റിൽ ഇട്ടിരുന്നെങ്കിൽ 600 മോർ കിട്ടിയേനെ. ദാറ്റ് മീൻസ് ഈ പറയുന്ന ഏതോ ഒരു പ്രിൻസിപ്പിളിന് 3 വർഷത്തേക്ക് 4% ഇട്ടാൽ 600 ഇൻട്രസ്റ്റ് കിട്ടും എന്നല്ലേ ഇതിന്റെ മീനിങ്. നീ ഇതിട്ടാ പോരായോ? എന്നിട്ട് നമുക്ക് പി കണ്ടുപിടിക്കണം. ക്ലിയർ ആണോ? നേരത്തെ അതേ ക്വസ്റ്റ്യൻ തന്നെ. അപ്പൊ ഇൻക്രീസ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നാൽ ഈ ഇൻക്രീസ് ആയിട്ടുള്ള റേറ്റ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഇയേഴ്സ് അല്ലെങ്കിൽ ഇൻക്രീസ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് എടുത്ത് I is equal to PNR എന്നുള്ള ഇക്വേഷനിൽ ഇടുക. 600 equal to P into 3 into 4/100. ക്ലിയർ അല്ലേ? സോൾവ് ചെയ്യാം. 600 into 100 divide by 3 into 4 അല്ലെ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നു. ഓക്കെ, സോൾവ് ചെയ്യാം. 3 ഇവിടെ കട്ട് ചെയ്താൽ 200, 4 ഇവിടെ കട്ട് ചെയ്താൽ 25. that is principal equal to 200 into 25, that is 5000 അല്ലെ. 5000 rupees എന്നാണ് നമുക്ക് പ്രിൻസിപ്പൽ കിട്ടുന്നത്. ഓപ്ഷൻ എ. ഓക്കെ, ഓപ്ഷൻ 5000 rupees. ക്ലിയർ ആണോ? Next question, next type question. A sum of money doubles itself in 10 years at simple interest. Find the rate of interest. Simple ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ നമ്മൾ സം ഓഫ് മണി ഡബിൾ ചെയ്യുക എന്ന് വെച്ചാൽ എന്താ? ഇരട്ടിയാവുക അല്ലെ. ഇരട്ടിയാവുക, നമ്മളിപ്പോൾ ഒരു 100 rupees ഇട്ടെങ്കിൽ അത് എത്രയാവും? 200 ആവും അല്ലെ. അതായത് നമ്മുടെ എമൗണ്ട് ആണ്. അപ്പൊ നമുക്ക് പി പ്രിൻസിപ്പിൾ പി ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തു അല്ലെ. പ്രിൻസിപ്പിൾ പി ആണ് അല്ലെങ്കിൽ എക്സ് എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. പ്രിൻസിപ്പിൾ എക്സ് എന്ന് അസ്യൂം ചെയ്താൽ എമൗണ്ട് എന്തായിരിക്കും? 2x ആയിരിക്കും അല്ലെ. 2 ഇരട്ടിയായി. ഇനി അപ്പൊ നമുക്ക് ഇൻട്രസ്റ്റ് ആണെന്ന് എന്ത് ചെയ്താൽ മതി? ഇതിന്റെ ഡിഫറൻസ് എടുക്കുക അല്ലെ. എമൗണ്ട് മൈനസ് പ്രിൻസിപ്പിൾ ആണ് നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്നത്. ദാറ്റ് ഈസ് 2x minus x will be equal to x അല്ലെ. എത്ര വർഷം കൊണ്ട്? 10 years കൊണ്ട്. നമുക്ക് റേറ്റ് കാണാനാണ് ചോദിക്കുന്നത്. അപ്പൊ I is equal to PNRൽ x equal to interest x equal to principal x തന്നെ x into 10 into r/100. ക്ലിയർ ആണോ? സോ r will be equal to, ഇത് രണ്ടും കട്ടായി പോയി, 100/10 that is 10% എന്ന് കിട്ടി. ക്ലിയർ അല്ലേ? വളരെ സിമ്പിൾ ആണ്. x എന്ന് അസ്യൂം ചെയ്താൽ മതി. ഇതേപോലെ ഡബിൾ ആവാം, 3 times ആവാം, 4 times ആവാം. ഇനി ഞാൻ ഇതിന് അതായത് ഒരു ഷോർട്ട് കട്ട് പറയുവാണ്. അതായത് ഇതേ മോഡലിൽ വരുന്ന ക്വസ്റ്റ്യൻസ് വേഗം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക്, അതായത് ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. അതായത് സിമ്പിൾ ഇൻട്രസ്റ്റിൽ നമ്മളൊരു തുക ഇട്ടാൽ ഇത്ര ടൈംസ് ആയി എന്ന് പറയുന്ന കേസിൽ, അതായത് വർഷം തന്നിട്ട് റേറ്റ് ചോദിക്കാം, ഇതേപോലെ തന്നെ റേറ്റ് തന്നിട്ട് വർഷവും ചോദിക്കാം. മനസ്സിലായോ? അതായത് 2 times ആയി, അല്ലെങ്കിൽ ഈ ഡബിൾ എന്ന് പറഞ്ഞ ഈ ക്വസ്റ്റ്യൻ 2 times അല്ലെ, അല്ലെങ്കിൽ 3 times ആയി, അല്ലെങ്കിൽ 4 times ആയി, അങ്ങനെ ചോദിച്ചാൽ 2 times എന്ന് പറയുമ്പം നമ്മൾ എടുക്കേണ്ടത് ഷോർട്ട് കട്ട് ആണ്, ശ്രദ്ധിക്കുക. 2 minus 1 ചെയ്യുക, into 100 ചെയ്യുക. മനസ്സിലായോ? 6 ചോദിച്ചാൽ by n. ഇനി n ചോദിക്കുന്നെങ്കിൽ ഇതേ by r. മനസ്സിലായോ? എത്ര ടൈംസ് ആണോ അതിൽ നിന്ന് 1 കുറച്ചിട്ട് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ ഇവിടെ എന്താ വരും? 3 ടൈംസിന് 3 നിന്ന് 1 കുറച്ചാൽ 2 അല്ലെ. 200 by 6 ചോദിക്കുകയാണെങ്കിൽ 200 by n. ഇനി n ചോദിക്കുന്നെങ്കിൽ 200 by 6. ക്ലിയർ ആണോ? 4 times എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 300. ആ ഒരു ചെയ്യുന്നത് മനസ്സിലായല്ലോ? ഞാൻ ഇവിടെ മാത്രം ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് എഴുതിയതേ ഉള്ളൂ. 2 times എത്ര ടൈംസ് എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് 1 കുറച്ചിട്ട് 2 0 ഇടുക, അതായത് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് റേറ്റ് ചോദിച്ചാൽ നമ്പർ ഓഫ് ഇയേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക, നമ്പർ ഓഫ് ഇയേഴ്സ് ചോദിച്ചാൽ റേറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. മനസ്സിലായോ? ഇനിയിപ്പോൾ നമ്മളവിടെ പറയുവാണ് സം ഓഫ് മണി 6 times ആകാൻ 20 years എങ്കിൽ അതിന്റെ റേറ്റ് ചോദിച്ചാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 6 times എന്ന് പറഞ്ഞാൽ 500 അല്ലെ. 500 by 20 ചെയ്താൽ റേറ്റ് കിട്ടും. ക്ലിയർ ആണോ പറഞ്ഞത്? അപ്പൊ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത് എങ്ങനെ? ഡബിൾസ് അല്ലെ. ഡബിൾസ് എന്ന് പറഞ്ഞാൽ 2 times ആവുക. 2 times ആവുന്നാൽ 100 by എത്ര വർഷം തന്നേക്കുന്ന 10 അല്ലെ. ഇത് തന്നെയാണ്, ഇത് ചെയ്തേക്കുന്നത് തന്നെയാണ്. അപ്പൊ ഇത്രയും ഇതൊന്നും എഴുതാതെ നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ ആൻസർ ചെയ്യാം. 100 by 10 equal to 10%. ക്ലിയർ ആണോ? അടുത്ത ഈ ക്വസ്റ്റ്യൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. നമുക്ക് ഷോർട്ട് കട്ടിൽ ഒന്ന് ചെയ്ത് നോക്കാം.
a sum of money becomes 4 times in 12 years at simple interest. അപ്പൊ നിങ്ങൾക്ക് ഷോർട്ട് കട്ട് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യം പറഞ്ഞ രീതി മനസ്സിലായല്ലോ. അതായത് എക്സ് നമ്മൾ കൊടുക്കുക, 4 ടൈംസ് ഞാൻ 4x ഇടുക, രണ്ടും ഡിഫറൻസ് എടുക്കുക 3x, മനസ്സിലായി? ആ ഒരു -1 എടുക്കുന്നതാണ് നമ്മൾ ആ ഷോർട്ട് കട്ടിൽ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, PNR by 100 ഇടുക. അപ്പൊ ഇവിടുത്തെ നമ്മൾ ഷോർട്ട് കട്ട് പറയുകയാണെങ്കിൽ 4 ടൈംസ് എന്ന് നമ്മുടെ വാല്യൂ എന്താണ്? 300. 4 - 1 × 100, 300 ബൈ റേറ്റ് ആണ് ചോദിച്ചേക്കുന്നത്. സോ ഇയർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 300 by 12. ക്ലിയർ ആണോ? അപ്പൊ നമുക്ക് കട്ട് ചെയ്യാം അല്ലെ. 3 × 100 by 12 എന്ന് എഴുതാമല്ലോ. 4 വെച്ച് കട്ട് ചെയ്താൽ ഇവിടെ 3 ആയി, ഇവിടെ എന്തായി? 25 ആയി. ഈ 3യും ഈ 3യും കൂടെ കട്ട് ചെയ്തു, ദാറ്റ് ഈസ് 25% ആൻസർ കിട്ടി. 300 by 12. ക്ലിയർ അല്ലേ? Next question. Thomas invested a sum of money at simple interest which tripled itself in 8 years. In how many years will it become 8 times itself at the same rate? Clear ആണോ? തോമസ് എന്ന് പറഞ്ഞ ഒരാള് ഒരു മണി സിമ്പിൾ ഇൻട്രസ്റ്റിൽ ഡെപ്പോസിറ്റ് ചെയ്തു, അത് ട്രിപ്പിൾസ്, അതായത് 3 ടൈംസ് ആയി. എത്രയാണ്? 8 ഇയേഴ്സ് കൊണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര വർഷം കൊണ്ടാണ് 8 ടൈംസ് ആകുന്നത് അല്ലെ? എത്ര വർഷം കൊണ്ടാണ് 8 ടൈംസ് ആകുന്നത് എന്നാണ് ചോദിക്കുന്നത്. അതേ റേറ്റില്. ക്ലിയർ ആണോ? അപ്പൊ നമുക്ക് രണ്ട് കേസായിട്ട് നമുക്ക് എടുക്കാം. ഫസ്റ്റ് കേസിൽ 3 ടൈംസ് ആകുന്നു 8 ഇയേഴ്സ് കൊണ്ട്. ഇവിടുന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? റേറ്റ് കണ്ടുപിടിക്കാം അല്ലെ? R = എന്താ? 3 ടൈംസ് ആണ് 3 - 1 2, 200 by 8. ക്ലിയർ ആണോ? കട്ട് ചെയ്തേ. 4 വെച്ച് കട്ട് ചെയ്താൽ 2, 50, then 25%. 25% എന്ന് റേറ്റ് കിട്ടി. അതേ റേറ്റിൽ, അതായത് 8 ടൈംസ് ആവുന്നു 25%ൽ എത്ര വർഷം കൊണ്ട് അല്ലെ? അറ്റ് ദ സെയിം റേറ്റ്. അപ്പൊ 8 ടൈംസ് ആവുക എന്ന് പറഞ്ഞാൽ എത്ര? 8 - 1 7, 700 by 25. ക്ലിയർ ആണോ? സോ കട്ട് ചെയ്യാം. ഇതിനെ നമുക്ക് 7 × 100 by 25 എന്ന് എഴുതാമല്ലോ. 25 100 കൂടെ കട്ട് ചെയ്തു 4. സോ 7 × 4, 28 ഇയേഴ്സ്. ക്ലിയർ ആണോ? അപ്പൊ രണ്ട് സ്റ്റെപ്പിൽ ഇത് നമ്മൾ ചെയ്തു അല്ലെ? 3 ടൈംസ് ആവാൻ 8 ഇയേഴ്സ്, അങ്ങനെ റേറ്റ് കണ്ടുപിടിച്ചു. ആ റേറ്റിൽ തന്നെ 25%ന് 8 ടൈംസ് ആകാൻ എത്ര വർഷം എടുക്കുന്നു? സോ n = 700 by 25. ക്ലിയർ ആണോ പറഞ്ഞത്? ഇനിയും ഇത് ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതൊന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. എന്താണ്? 3 ടൈംസ് ആകാൻ അല്ലെ? 3 ടൈംസ് ആകാൻ നമ്മുടെ കോഡ് വെച്ച് നമ്മൾ 200 എന്നല്ലേ പറയുന്നത്, അതായത് -1 ചെയ്തിട്ടെന്ന് പറയത്തില്ലേ? 200 8 വർഷം എങ്കിൽ 8 ടൈംസ് ആവുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതാ പറയുന്നത്? ഒരു കോഡ് വെച്ച് നമ്മൾ -1 700 എന്ന് പറയും അല്ലെ? 700ന് എത്ര നമുക്ക് ഡയറക്റ്റ് ചെയ്യാം. അതായത് 200 പേനയ്ക്ക് 8 രൂപയാണെങ്കിൽ 700 പേനയ്ക്ക് എത്രയാണ് കണ്ടുപിടിക്കുന്നത് പോലെ തന്നെ 200ന് 8 ആണെങ്കിൽ 700ന് എത്രയാണ് അല്ലെ? എന്ത് വരും? 8 by 200 into 700. ക്ലിയർ ആണോ? 0 zeros കട്ട് ചെയ്യുന്നു. 4 28. ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് 28 കിട്ടും. ഓക്കെ, അപ്പൊ ഇത് ഇൻ കേസ് ഇത് മറന്നാലും നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് വേഗം തന്നെ ചെയ്യാം. ക്ലിയർ ആണോ പറഞ്ഞത്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതൊന്ന് ട്രൈ ചെയ്തേ. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്ത് വെച്ച് നിങ്ങൾ ഒന്ന് സ്വയമേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ ഈ ക്വസ്റ്റ്യൻ. ഇപ്പൊ നമ്മൾ ചെയ്ത അതേ മോഡൽ ക്വസ്റ്റ്യൻ തന്നെയാണ്. A sum of money becomes 6 times at simple interest rate of 5% per annum. At what rate percent will it become 12-fold? അല്ലെ? അതായത് 6 times 5%ലാകുന്നു. ഏത് റേറ്റിലാണ്? 12 ടൈംസ് ആകുന്ന റേറ്റ് ആണ് ചോദിക്കുന്നത് അല്ലെ? ദ ടൈം പീരീഡ് ഈസ് അൺആൾട്ടേർഡ്. ടൈം പീരീഡ് മാറുന്നില്ല അല്ലെ? അപ്പൊ നമുക്ക് ആദ്യം ഇവിടുന്ന് ടൈം പീരീഡ് കണ്ടുപിടിക്കാം. 6 ടൈംസ് ആകുന്നു 5%ൽ എന്ന് പറയുമ്പോൾ 6 ടൈംസ് 500. 500 by 5, 100 ഇയേഴ്സ്. ക്ലിയർ ആണോ? അപ്പൊ 100 ആണ് n അല്ലെ? n എന്ന് പറഞ്ഞത് 100 ഇയേഴ്സ്. ക്ലിയർ ആണോ? സോ എന്താ ചോദിക്കുന്നത്? ഇവിടെ റേറ്റ് കണ്ടുപിടിക്കണം അല്ലെ? റേറ്റ് 12 ടൈംസ് ആവുക. സോ 11 × 100 അല്ലെ? നമ്മൾ പറഞ്ഞുകൊണ്ട് -1 എടുക്കുക, × 100 ചെയ്യുക, by 100. ക്ലിയർ ആണോ? സോ കട്ട് ചെയ്യാം. എന്ത് വരും? 11%. ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ. ഓക്കെ, നോക്കിയേ. എ സർട്ടൻ സം ഓഫ് മണി amounts to rupees 550 in 3 years
and to rupees 650 in 4 years at simple interest. Find the sum. അതായത് ഒരു സം ഓഫ് മണി 550 ആണ്, 3 വർഷം കൊണ്ട് 550 ആകുന്നു. ഇനി അതേ സം ഓഫ് മണി, അതേ പ്രിൻസിപ്പിൾ തന്നെ 4 ഇയേഴ്സ് കൊണ്ട് 650 ആകുന്നു എങ്കിൽ സം കണ്ടുപിടിക്കാം. ഓക്കെ, ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുന്നേ ജസ്റ്റ് 100 എന്നുള്ള നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. 100 എന്നുള്ളൊരു എക്സാമ്പിൾ എടുത്ത് നമുക്കൊന്ന് സോൾവ് ചെയ്യാം. പി എന്ന് പറഞ്ഞത് 100 ആണെന്ന്, അതായത് നമ്മുടെ പ്രിൻസിപ്പിൾ 100, റേറ്റ് 10% ആണെങ്കിൽ n is equal to 1 year അല്ലെ, ഒരു വർഷം ആവുമ്പോൾ നമുക്ക് എന്താ എമൗണ്ട് കിട്ടുന്നത്? ഇൻട്രസ്റ്റ് നമുക്കറിയാം 10 കിട്ടും. സോ എമൗണ്ട് വിൽ ബി ഈക്വൽ ടു 100 പ്ലസ് 10 110. ഇനി 2 ഇയേഴ്സ് ആകുമ്പോൾ നമുക്ക് എന്ത് എമൗണ്ട് കിട്ടും? 100 പ്ലസ് 20 അല്ലെ, 2 വർഷത്തേക്ക് ഇൻട്രസ്റ്റ് 20 ആണ്. സോ 100 പ്ലസ് 20 120. ഇനി 3 ഇയേഴ്സ് ആകുമ്പോൾ നമുക്ക് എന്താ എമൗണ്ട് കിട്ടുന്നത്? 130. ക്ലിയർ ആണോ? 1 ഇയറിലേക്ക് അല്ലെ, 1 ഇയറിലേക്ക് 110, അതായത് നമ്മളൊരു പ്രിൻസിപ്പൾ 100 റുപ്പീസ് ഇട്ടാൽ ഒരു വർഷം കൊണ്ട് അത് 110 ആകും. ഇനി 3 വർഷത്തിന്റെ എടുക്കുക, ഞാൻ 3 വർഷം കൊണ്ട് അത് എന്താവും? 130 ആകും അല്ലെ. ഇവിടെ വർഷങ്ങളുടെ ഡിഫറൻസ് ഒന്ന് എടുത്തേ, 3 മൈനസ് 1 2. ഇവിടെ എമൗണ്ടുകളുടെ ഡിഫറൻസ് എടുത്തേ, 130 മൈനസ് 110 എന്തുവരും? 20. ക്ലിയർ ആണോ? അതായത് 2 വർഷത്തെ എന്തോ ഈ 20 2 വർഷത്തെ ഇൻട്രസ്റ്റ് ആണ് അല്ലെ. 2 വർഷം കൂടിയപ്പം അല്ലെങ്കിൽ എമൗണ്ടുകളുടെ ഡിഫറൻസ് എടുത്താൽ അവർ എത്ര വർഷത്തെ എമൗണ്ടുകളുടെ ഡിഫറൻസ് ആണോ അത്രയും വർഷത്തെ ഇൻട്രസ്റ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. മനസ്സിലായോ? ക്ലിയർ ആണോ പറഞ്ഞ്? നമ്മൾ എമൗണ്ടുകൾ മൈനസ് ചെയ്താൽ അല്ലെ, 130 മൈനസ് 110 ചെയ്തപ്പോൾ നമുക്ക് 20 കിട്ടി. ആ 20 എന്താ? ഈ എത്ര വർഷത്തെ ഗ്യാപ്പ് ഇവ രണ്ടിനും? 2 വർഷത്തെ. 2 വർഷത്തെ ഇൻട്രസ്റ്റ് ആണ് കിട്ടുന്നത്. ക്ലിയർ ആണോ? അപ്പൊ അതേപോലെ നമുക്ക് ചെയ്യാം. 3 വർഷം കൊണ്ട് നമുക്ക് എന്ത് കിട്ടി? 550. ഇനി 4 വർഷം കൊണ്ട് എത്ര ആയത്? 650 ആയി അല്ലെ. 2 എമൗണ്ടുകൾ നമുക്ക് കിട്ടി. നോക്കിയേ, വർഷങ്ങളുടെ ഡിഫറൻസ് എടുത്താൽ അത് 1 ഇയർ. ഇവിടെ എമൗണ്ടുകളുടെ ഡിഫറൻസ് എടുത്തേ, 650 മൈനസ് 510 എന്ത് വന്നു? 100 അല്ലെ. 100 കിട്ടി. എന്ന് വെച്ചാൽ എന്തുവാ? സിമ്പിൾ ഇൻട്രസ്റ്റ് ഫോർ 1 ഇയർ എന്ന് പറയുന്നതാണ് നമുക്ക് 100 എന്ന് കിട്ടിയത്. ഇനി ഇവിടെ 2 ഇയറിന്റെ ഗ്യാപ്പ് ആയിരുന്നെങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് ഫോർ 2 ഇയർ 100 എന്ന് കിട്ടിയാണ് അല്ലെ. സിമ്പിൾ ഇൻട്രസ്റ്റ് കേസിൽ നമുക്ക് ഇപ്പൊ 2 വർഷമോ 3 വർഷമോ 1 വർഷമോ കിട്ടിയാലും എത്ര വർഷത്തിന് വേണമെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാം അല്ലെ. അപ്പൊ സിമ്പിൾ ഇൻട്രസ്റ്റ് ഫോർ 1 ഇയർ എന്ന് പറഞ്ഞാൽ നമുക്ക് 100 കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താ? പ്രിൻസിപ്പിൾ. പ്രിൻസിപ്പിൾ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കറിയാം എമൗണ്ടിൽ നിന്ന് ഇൻട്രസ്റ്റ് കുറയ്ക്കുക അല്ലെ. എമൗണ്ട് വന്നിട്ടുണ്ട്, അതായത് ഇത് 3 വർഷത്തെ എമൗണ്ട് അല്ലെ. 3 വർഷത്തെ എമൗണ്ടിൽ നിന്ന് 3 വർഷത്തെ ഇൻട്രസ്റ്റ് കുറയ്ക്കുക. അപ്പൊ നമുക്ക് പ്രിൻസിപ്പിൾ കിട്ടും. അല്ലെങ്കിൽ ഇനി നമ്മൾ 4 വർഷത്തെ എമൗണ്ട് എടുക്കുന്നെങ്കിൽ 4 വർഷത്തെ ഇൻട്രസ്റ്റ് അതിൽ നിന്ന് കുറയ്ക്കുക. ക്ലിയർ അല്ലേ? അതായത് എത്ര വർഷത്തെ എമൗണ്ട് ആണോ അത്രയും വർഷത്തെ ഇൻട്രസ്റ്റ് വേണം അതിൽ നിന്ന് കുറയ്ക്കണം. അപ്പോഴേ നമുക്ക് പ്രിൻസിപ്പിൾ കിട്ടും അല്ലെ. പ്രിൻസിപ്പിൾ എപ്പോഴും സെയിം ആയിരിക്കും. ഈ 2 എണ്ണത്തിലിട്ട് ചെയ്താലും ഒരേ വാല്യൂ തന്നെ കിട്ടും. നമുക്ക് ചെയ്യാം. എത്രയാണ്? എമൗണ്ട് ഫോർ 3 ഇയേഴ്സ് 550 അല്ലെ. 550 മൈനസ് ഇൻട്രസ്റ്റ് ഫോർ 3 ഇയർ എന്താ? 1 ഇയർ 100 എന്ന് കിട്ടി. സോ 3 ഇയർ 300 അല്ലെ. So 550 minus 300 that is 250 rupees. Clear ആണോ? ഇനി ഇതിലായിട്ടിരുന്നെങ്കിൽ 650 minus interest for 4 year എന്ന് പറഞ്ഞാൽ 400 അല്ലെ. 650 minus 400. ക്ലിയർ ആണോ പറഞ്ഞത്? അപ്പോൾ പ്രിൻസിപ്പൾ എന്ത് കിട്ടി? 250. അപ്പൊ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഇത് സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ കേസിലാണ്. ശ്രദ്ധിച്ചോണം, കാരണം കോമ്പൗണ്ടിൽ നമുക്ക് ഇതേപോലെ തന്നെ അതിന്റെ ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യേണ്ടി വരും. ഓരോന്നും ശ്രദ്ധിച്ചോണം. ഇത് സിമ്പിൾ ഇൻട്രസ്റ്റിലാണ്. സിമ്പിൾ ഇൻട്രസ്റ്റിൽ 3 വർഷത്തേക്ക് 550 റുപ്പീസ് എമൗണ്ട് കിട്ടി, 4 വർഷത്തേക്ക് 650 റുപ്പീസ് എമൗണ്ട് കിട്ടി. അങ്ങനെ വന്നാൽ വർഷങ്ങളുടെ ഡിഫറൻസ് എടുക്കുക, അതേപോലെ തന്നെ എമൗണ്ടുകളുടെ ഡിഫറൻസ് എടുക്കുക. അത്രയും വർഷത്തെ ആ ഒരു വർഷ ഗ്യാപ്പിന്റെ ഇൻട്രസ്റ്റ് ആയിരിക്കും ആ പറയുന്ന എമൗണ്ടുകളുടെ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇൻട്രസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പ്രിൻസിപ്പൾ കണ്ടുപിടിക്കാം. എത്ര വർഷത്തെ എമൗണ്ട് ആണോ അതിൽ നിന്ന് അത്രയും വർഷത്തെ ഇൻട്രസ്റ്റ് കുറയ്ക്കുക. ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ ഒന്ന് ട്രൈ ചെയ്തേ. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്ത് വെച്ച് ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്യാൻ ശ്രമിച്ചേ, എന്നിട്ട് ആൻസർ ചെക്ക് ചെയ്യാം. A certain sum of money amounts to rupees 1125 in 5 years and to rupees 1200 in 8 years. Find the sum. 5 years കൊണ്ട് 1125 rupees ആയി. Then 8 years കൊണ്ട് എത്രയായി? 1200 rupees ആയി.
എങ്കിൽ നോക്കിയേ വർഷങ്ങളുടെ ഗ്യാപ്പ് എടുത്ത് 8 - 5 3 ഇയർ. ഇനി ഇവിടെ 1200 മൈനസ് 1125 1200 മൈനസ് 1125 മൈനസ് ചെയ്യുക 5 75. ക്ലിയർ അല്ലേ? 75 കിട്ടി. അതായത് 3 ഇയേഴ്സിലേക്കുള്ള ഇൻട്രസ്റ്റ് ആണ് നമുക്ക് 75 എന്ന് കിട്ടിയത് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് 1 ഇയർ കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? 1 ഇയർ എന്ന് പറഞ്ഞാൽ 75/3 25. ഓക്കെ, അപ്പൊ 3 വർഷത്തെ ഇൻട്രസ്റ്റ് നമുക്ക് 75 റുപ്പീസ് എന്ന് കിട്ടി. സോ 1 ഇയറിലെ 25. ഇനി നമുക്ക് വേണ്ട എന്താണ്? സം ആണ് അല്ലെ? സം കണ്ടുപിടിച്ചേ. സം ഈക്വൽ ടു എന്ത് വരും? എമൗണ്ട്. അതായത് 5 ഇയറിലെ എമൗണ്ട് നമ്മുടെ കയ്യിലുണ്ട്, അല്ലെങ്കിൽ 8 ഇയറിലെ ഉണ്ട്. 5 ഇയറിലെ എമൗണ്ടിൽ നിന്ന് 5 ഇയറിലെ ഇൻട്രസ്റ്റ് കുറയ്ക്കുക. ക്ലിയർ ആണോ? ദാറ്റ് ഈസ് 1125 മൈനസ് 25 into 5 അല്ലെ? ഒരു വർഷത്തെ ഇൻട്രസ്റ്റ് 25 ആണെങ്കിൽ 5 വർഷത്തത് 25 into 5. ദാറ്റ് ഈസ് 1125 മൈനസ് 25 into 5 125. ക്ലിയർ ആണോ? ദാറ്റ് ഈസ് ₹1000. മനസ്സിലായല്ലോ? അപ്പൊ എമൗണ്ടുകളുടെ ഡിഫറൻസ് എടുക്കുന്നത്, ആ വർഷവും ഡിഫറൻസ് എടുക്കുക, അത്രയും വർഷത്തെ ഇൻട്രസ്റ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ക്ലിയർ ആണോ? സോ 3 വർഷത്തെ ഇൻട്രസ്റ്റ് 175 എന്ന് കിട്ടി. സോ ഒരു വർഷത്തെ ഇൻട്രസ്റ്റ് നമുക്ക് 25 അല്ലെ? ദെൻ 5 ഇയർ എമൗണ്ടിൽ നിന്ന് 5 ഇയറിലുള്ള ഇൻട്രസ്റ്റ് മൈനസ് ചെയ്യുക, ആൻസർ കിട്ടും. ഓക്കെ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A person lent a certain sum of money at 4% simple interest, and in 8 years the interest amounted to 340 less than the sum lent. Find the sum. അതായത് ഒരാൾ ഒരു P rupees അല്ലെ? നമുക്കതറിയത്തില്ല, ആ സമ്മാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ആ ഒരു P rupees ബാങ്കിലിട്ട് എത്ര 4% 8 ഇയേഴ്സിലേക്ക് ഇട്ടാൽ കിട്ടുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? 340 ലെസ് ദാൻ ദ സം ലെൻഡ് അല്ലെ? പ്രിൻസിപ്പിളിനെക്കാട്ടില് 340 കുറവാണ്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ഇത് ഇക്വേഷൻ ഇട്ടാൽ പോരായോ? അതായത് നമുക്ക് പറയാം പ്രിൻസിപ്പിൾ മൈനസ് ഇൻട്രസ്റ്റ് വിൽ ബി ഈക്വൽ ടു 340. ഇങ്ങനല്ലേ? കണ്ടുപിടിച്ചേ. ഇൻട്രസ്റ്റ് എന്താ? I is equal to എന്താ? P into 4 into 8/100. That is നമുക്ക് കിട്ടും 32p/100 എന്ന് കിട്ടും അല്ലെ? ഇൻട്രസ്റ്റ്. ഇനി P യുടെ വാല്യൂ P തന്നെ. P മൈനസ് 32p/100 ഈക്വൽ ടു 340. സോൾവ് ചെയ്താൽ പോരായോ? That is 100p minus 32p/100. നിങ്ങൾക്ക് ഇവിടുന്ന് കട്ട് ചെയ്തിട്ടാണ് ചെയ്തെങ്കിൽ അങ്ങനെ എങ്ങനെയാണോ നമ്മൾ ചെയ്യുന്നത് അതേപോലെ ചെയ്തോളുക. ഓക്കെ, ഇസ് ഈക്വൽ ടു 340. ദറ്റ് ഈസ് 8/6 അല്ലെ? 68p/100 അല്ലെങ്കിൽ 68p is equal to 340 into 100. That is p will be equal to 340 into 100/68. ഓക്കെ ആണോ? കട്ട് ചെയ്യാം. 34 into 2 അല്ലെ? ദാറ്റ് ഈസ് 1000/2. ദാറ്റ് ഈസ് 500. ഓക്കെ ആണ്? അപ്പൊ നമുക്ക് എന്ത് കിട്ടി? പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് 500 എന്ന് കിട്ടി. ഓക്കെ, അവർ പറഞ്ഞതുപോലെ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ അല്ലെ? ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞത് സമ്മിനെക്കാട്ടില് 340 കുറവാണ്. സോ ഇൻട്രസ്റ്റ് വിൽ ബി ഈക്വൽ ടു P മൈനസ് 340 കൊടുത്തു. ഓക്കെ അല്ലേ? Next question. A certain sum of money amounted to 575 at 5% in a time in which rupees 750 amounted to rupees 840 at 4%. If the rate of interest is simple, what is the sum? അതായത് സിമ്പിൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ സം കണ്ടുപിടിക്കാൻ. അതായത് ഏതോ ഒരു സം, അതായത് 2 കേസ് ആയിട്ടാണ് ഇവിടെ പറഞ്ഞേക്കുന്നത് അല്ലെ? ഏതോ ഒരു സമ്മ് എത്ര രൂപയായി? 575 rupees ആയി at 5% in a time in which rupees 750 amounted to rupees 840 അല്ലെ? നമുക്ക് 2 കേസിലൊന്നും എഴുതാം. ഏതോ ഒരു പ്രിൻസിപ്പിള് P എത്ര രൂപയായി? 575 ആയി അല്ലെ? അതായത് ഇത് നമ്മുടെ പ്രിൻസിപ്പിൾ ആണ്, നമ്മൾ P കൊടുത്തത്. എമൗണ്ട് എന്ന് പറഞ്ഞത് 575 at 5%. റേറ്റ് എന്ന് പറഞ്ഞാൽ 5%. ഇന്നേ ടൈം, അതായത് നമ്പർ നമുക്ക് അറിയത്തില്ല, എന്നറിയത്തില്ല. In a time in which അല്ലെ 750 amounts to rupees, അതായത് അടുത്ത ഒരു സെക്കൻഡ് കേസിൽ 750
840 ആവുന്നു. ഏത് ടൈമിലാ? അതേ ടൈമില് അല്ലെ, രണ്ടും ഒരേ ടൈമിലാണ് അറ്റ് 4%. അങ്ങനെയാണെങ്കിൽ ഈ സം കണ്ടുപിടിക്കാം അല്ലെ. ഇപ്പൊ രണ്ട് കേസിലെ കാര്യങ്ങൾ പറഞ്ഞേക്കുന്നു അല്ലെ. അപ്പൊ ആദ്യം നമ്മൾ ഏത് കേസ് ചെയ്യാം? ഇവിടെ രണ്ടെണ്ണം അൺനോൺ ആണ്, ഇവിടെ നമുക്ക് ഒരെണ്ണം അല്ലെ. അപ്പൊ ഇത് ചെയ്യാം. ആദ്യം നമുക്ക് എമൗണ്ടും ഇൻട്രസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുക. അതായിരിക്കും എന്ത്? ഇൻട്രസ്റ്റ് അല്ലെ. സോ 840 മൈനസ് 750 എന്തൊരു 90 വന്നു അല്ലെ. സോ ഇൻട്രസ്റ്റ് 90 കിട്ടി. അപ്പൊ നമുക്ക് ആ ഇക്വേഷനിൽ ചെയ്യാം. I is equal to P എന്നതിനകത്ത് 90 equal to പ്രിൻസിപ്പൽ 750 into 4 into n by 100. ആ n കണ്ടുപിടിക്കുന്ന അതേ n തന്നെയാണ് വെള്ളത്തെ കേസിൽ വേണ്ടത് അല്ലെ. ഇന്നേ ടൈം ഇൻ വിച്ച്, സെയിം ടൈമിലാണ് ഈ രണ്ട് കാര്യങ്ങൾ നടക്കുന്നതെന്ന് അവർ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് സോൾവ് ചെയ്യാം. 0 0 കട്ട് ചെയ്തു. സോ n will be equal to 900 by 75 into 4. That is നമുക്ക് ഇതിനെ കട്ട് ചെയ്യാം. 9 into 100 by 75 into 4. ഓക്കെ, 3 വെച്ച് 25 വെച്ച് കട്ട് ചെയ്താൽ ഇവിടെ 3 ആയി, ഇവിടെ 4 ആയി. ഈ 4ഉം 4ഉം കട്ട് ചെയ്തു, ഈ 3ഉം ഇതും കട്ട് ചെയ്തു, 3 അല്ലെ. നിങ്ങൾ അത് സോൾവ് ചെയ്തോളുക. ദാറ്റ് ഈസ് n ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? 3 years എന്ന് കിട്ടി. ഇനി അതേ ഇവിടെയും നമുക്കപ്പം എന്താണ്? അതേ 3 year തന്നെ. ഇനി നമുക്ക് എന്ത് സോൾവ് ചെയ്യാം? ഇവിടുത്തെ സോൾവ് ചെയ്യാം. അതിനെന്ത് ചെയ്യണം നോക്കിയേ. ഇവിടെ നമുക്ക് പ്രിൻസിപ്പൾ അറിയത്തില്ല P, ഇവിടെ നമുക്ക് എമൗണ്ട് അറിയാം. അപ്പൊ ഐയുടെ സ്ഥാനത്ത് നമ്മൾ എന്താ ഇടേണ്ടത്? എമൗണ്ട് മൈനസ് പ്രിൻസിപ്പൾ അല്ലെ. 575 മൈനസ് P ഈക്വൽ ടു P ഇൻറ്റു എന്താ? 5 ഇൻറ്റു 3 by 100. സോൾവ് ചെയ്തേ. ദാറ്റ് ഈസ് 57500 മൈനസ് 100p ഈക്വൽ ടു 15p അല്ലെ. 5 ന് 3 15p. So 57500 will be equal to ഈ 100 അങ്ങ് പോകുമ്പോഴത്തേക്ക് 115p. That is p will be equal to 57500 by 115. ഇത് ക്യാൻസൽ ചെയ്യുക. 5 വെച്ചൊക്കെ ക്യാൻസൽ ചെയ്യുക. നമുക്ക് നോക്കിയാൽ മനസ്സിലായി 115 into 5 ആണ് അല്ലെ 575. That is principal equal to 500 എന്ന് കിട്ടും. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായോ? നന്നായിട്ട് ഇതൊന്ന് ചെയ്ത് നോക്കാം. അതായത് ഇത് രണ്ട് കേസിലായിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അതായത് ഫസ്റ്റ് കേസിൽ നമുക്ക് പി, അതായത് അതേ ചില ക്വസ്റ്റനിൽ ഇപ്പോൾ അതേ പി എന്ന് പറയും, അല്ലെങ്കിൽ ചില ക്വസ്റ്റനിൽ അതേ നമ്പർ ഓഫ് ഇയേഴ്സ് എന്ന് പറയും. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ചെയ്യുക അല്ലെ. ഇവിടെ പറഞ്ഞേക്കുന്ന ഏതോ ഒരു പ്രിൻസിപ്പളിന് 575 റുപ്പീസ് ആകുന്നു 5% റേറ്റിൽ 3 ഇയേഴ്സിൽ അല്ലെ. അതേ ടൈമിൽ തന്നെ 750 റുപ്പീസ് 840 ആയി അല്ലെ 4%. അപ്പൊ ആ സെക്കൻഡ് കേസിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നു? n കണ്ടുപിടിക്കുന്നു. അതേ എന്നില് അല്ലെ. അപ്പൊ ആ എന്നിന്റെ വാല്യൂ ഇട്ട് കൊടുത്ത് ഫസ്റ്റ് കേസിൽ നിന്ന് നമ്മൾ p കണ്ടുപിടിക്കുന്നു. ക്ലിയർ അല്ലേ? ഇന്നത്തെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് മനസ്സിലായോ? ക്വസ്റ്റ്യനുകളെല്ലാം നിങ്ങൾ നന്നായിട്ടൊന്ന് ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.